അനുമോളെ ദ്രോഹിച്ചവർക്കെല്ലാം തന്നെ 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അപ്പാനി ബിൻസി ഇഷ്യൂ ആണ്. അപ്പാനി ബിൻസിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു കാണും. അതും ഒരു ഒളി ക്യാമറ വെച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അവിടെ എല്ലാവരും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, കുറെ പേരൊക്കെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും വിഷയം വേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറെ പേരൊക്കെ അത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ വിഷയം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. വിഷയം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യമായി പറയട്ടെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോ കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ വീഡിയോ മൂലം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നൊരു കാര്യം അവിടെ ഉയരുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെ ഒരു ഒളി ക്യാമറ ചിത്രം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് മൂലം എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവും. ഇത് തന്നെയാണ് ഞാനും ആദ്യം ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അപ്പാനിയുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം അപ്പാനിയുടെ വൈഫ് അവിടെ പ്രഗ്നന്റ് ആണ്. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ അപ്പാനിയെയും ബിൻസിയെയും കുറിച്ച് വീഡിയോകൾ പലരും ചെയ്യുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആരെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് ബിൻസി അല്ല, തീർച്ചയായും അത് അപ്പാനിയുടെ വൈഫിനെയാണ്, അപ്പാനിയുടെ കുടുംബജീവിതത്തെയാണ് അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, തമാശയായിട്ട് ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും അനുമോള് ദ്രോഹിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ഇപ്പൊ 8ന്റെ പണി കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ 8ന്റെ പണി ഇപ്പൊ വാങ്ങിക്കൂട്ടിയത് ഇപ്പൊ അപ്പാനിയാണെന്ന് മാത്രം. സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ബിൻസിയാണ്. ബിൻസി വെറും 15 ദിവസമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, 100 ദിവസം നിന്ന അനുമോളെ കുറിച്ച് എന്നിട്ട് 15 ദിവസം നിന്ന ബിൻസി സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂസിൽ വന്നിരുന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ്. അത്രയും വൾഗർ ആയിട്ടാണ് അനുമോളെ കുറിച്ച് ഓരോ ഇന്റർവ്യൂസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PR കൊണ്ട് ജയിച്ചു എന്ന് പറയുന്നത് പോട്ടെന്ന് വിചാരിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവിടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ അനുമോളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അനുമോള് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ടുള്ള എല്ലാ അമ്പിളെയും വളയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രവീണുമായിട്ട് ലവ് ട്രാക്ക്, ആര്യനുമായിട്ടുള്ള ലവ് ട്രാക്ക്, അത് കഴിഞ്ഞപ്പോ അനീഷുമായിട്ടുള്ള ലവ് ട്രാക്ക്, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഇത് മാത്രമായിരുന്നു പണി എന്നുള്ള രീതിയിലാണ് ബിൻസി പല ഇന്റർവ്യൂസിലും പറഞ്ഞു വെച്ചത്. ഈ ഒരു വിഷയമാണ് ഇപ്പൊ ബിൻസിക്ക് 8ന്റെ പണിയായിട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോ 7ന്റെ പണിയുടെ സീസൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പണിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ബിൻസിക്ക് വന്നിട്ടുള്ളത് 8ന്റെ പണി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരാളെ കുറിച്ച് അതും തന്നെ പോലെ തന്നെ ഒരു പെൺകുട്ടിയായ ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന സമയത്ത് ആലോചിക്കേണ്ട, ഞാനും ഒരു പെൺകുട്ടിയാണ്, ഇങ്ങനെയൊന്നും ഒരു പെൺകുട്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ബിൻസി ഒന്ന് ചിന്തിക്കണമായിരുന്നു. ആ ഒരു ചിന്ത ബിൻസിക്ക് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ബിൻസിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് അപ്പാനി മോശമായിട്ട് ബിൻസി തൊട്ടതാണോ അല്ലയോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പൊതുയിടാണ്. അത് വെച്ചാൽ ഒരുപാട് പേര് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ പൊതു ഇടത്തിൽ വെച്ചിട്ട് ഇപ്പോൾ മോശമായിട്ട് ഇപ്പോൾ സ്പർശിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പാനിക്ക്. അങ്ങനെ മോശമായിട്ട് സ്പർശിക്കണം അങ്ങനെയുള്ള ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് ചെയ്യുള്ളൂ. ഇതിപ്പോ പരസ്യമായ ഒരു ഇടാണ്. പക്ഷേ ഒരാളത് വീഡിയോ എടുത്തത് രഹസ്യമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് നമുക്കത് കാണുന്ന സമയത്ത് എന്തോ മോശമായിട്ട് തോന്നിപ്പോവും. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അല്ലാതെ അവിടെ മോശമായിട്ടുള്ളൊരു റിലേഷൻ അവിടെ പൊതുസ്ഥലത്ത് വെച്ച് അവർ തമ്മിൽ ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയ സമയത്ത് ഇവിടെ ബിൻസിയുടെ പെരുമാറ്റ രീതികളും അല്ലെങ്കിൽ ബിൻസി ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന് തിരിച്ചടിയായിട്ട് മാറിയത്. ബിൻസിയോടുള്ള ദേഷ്യം മൂത്തിട്ടാണ് ഈ വീഡിയോ ആരോ പബ്ലിക് ആക്കിയത്, ബിൻസിയോടുള്ള ദേഷ്യത്തിന്. പക്ഷേ ഇവിടെ പണി കിട്ടിയത് ആർക്കും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാനിക്ക്. അപ്പാനിയുടെ വൈഫൊക്കെ ഇത് കാണുന്ന സമയത്ത് അപ്പാനിയുടെ കുടുംബജീവിതത്തിന് എനിക്ക് തോന്നുന്നു കോട്ടം തട്ടിയിട്ടുണ്ടാവാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പാനിയുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാരില്ല ചേട്ടാ എന്ന് പറയുന്ന ഒരു വൈഫായിരിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം അതും ഒരു സാധാരണ സ്ത്രീയാണ്, നമ്മളെ പോലെ തന്നെ ഒരു സാധാരണ സ്ത്രീയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായും ആ പെൺകുട്ടി ഇതിനെതിരെ പ്രതികരിക്കും. ഭർത്താവിന്റെ അടുത്ത് ചൂടാവും, അല്ലെങ്കിൽ ബിൻസിയുടെ അടുത്ത് ചൂടാവും, അല്ലെങ്കിൽ മറ്റു പലരുടെ അടുത്തും ചൂടാവും. ചിലപ്പോൾ അപ്പാനിയുടെ കുടുംബ ജീവിതത്തെ പോലും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ബിൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്ക് സംഭവിക്കാനില്ല. കാരണം കുടുംബജീവിതവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിൻസിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇത് അപ്പാനിക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാനായിട്ട് പോകുന്നത്.
പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പാനി പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെ മറ്റുള്ളവരെ കുറിച്ചൊന്നും മോശമായിട്ട് സംസാരിക്കാനോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ചെളി വാരി വലിച്ചെറിയാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അപ്പാനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അപ്പാനി അവിടെ ഒതുങ്ങി മാറി പോവുമായിരുന്നു. പക്ഷെ ബിൻസിയാണ് ചോദിച്ചു വാങ്ങിയത്, ചോദിച്ചു വാങ്ങിയത് ബിൻസിയാണ്. പക്ഷെ കിട്ടിയത് 2 പേർക്കാണെന്ന് മാത്രം. പക്ഷെ ബിൻസി ഇതുകൊണ്ടൊന്നും അഹങ്കാരം തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെ വീണ്ടും മറുപടിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് ബിൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് ബന്ധമില്ലാത്തൊരു കാര്യം പറയട്ടെ. നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് എന്തായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വീഡിയോ ചെയ്യുന്നു, അനുമോൾക്കെതിരെ ചെയ്യുന്നു, PR-നെതിരെ ചെയ്യുന്നു, അഖിൽമാരാർക്കെതിരെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് പിന്നെ അങ്ങ് പോയി. പിന്നെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശൈത്യക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനിയും സോഷ്യൽ മീഡിയയിൽ ഞാനിട്ടിരുന്ന് അലക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിവിടെ കൊണ്ട് അവസാനിക്കില്ല, ആളുകൾ എന്നെ വലിച്ചു കയറി ഒട്ടിക്കും എന്നൊരു കാര്യം ശൈത്യക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ശൈത്യം ഒന്ന് അടങ്ങിയത്. പക്ഷെ ഇവിടെ അടങ്ങാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ബിൻസിയാണ്. വെറും 15 ദിവസമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൻസിയാണ്. ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ 100 ദിവസം നിന്നവർ കൊടുക്കാത്ത അത്രയും ഇന്റർവ്യൂസും ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയാവുന്നതും ബിൻസിക്കാണെന്ന് തോന്നുന്നു. 15 ദിവസം നിന്ന വ്യക്തിക്ക് 100 ദിവസം നിന്ന വ്യക്തികള് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ബിഗ് ബോസിനെ കുറിച്ച് പറയാനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവർക്ക് ആർക്കും പറയാനില്ലാത്ത കാര്യങ്ങളാണ് ബിൻസിക്ക് ഇരുന്ന് വിളമ്പാനുള്ളത്. ഈ 15 ദിവസം കൊണ്ട് അനുമോളെ പഠിക്കാൻ വേണ്ടി പോയ പോലെയാണ് അനുമോളെ കുറിച്ച് ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ഇന്റർവ്യൂസിലും. PR-നെ കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഇതൊക്കെ ഏതാണ്ട് അവിടെ കൂടെ നിന്ന് അനുവിന്റെ ഒപ്പം നിന്ന് ഈ 100 ദിവസം നിന്നിട്ട് അനുവിനെ മനസ്സിലാക്കിയ പവറിലാണ് ഇവിടെ ബിൻസി വന്നിരുന്ന ഓരോ ഇന്റർവ്യൂസിലും അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഈ വീഡിയോ കയ്യിലുള്ളവരോ അല്ലെങ്കിൽ ഈ വീഡിയോ പലർക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ എടുത്ത വ്യക്തി. അപ്പൊ ഇവരൊക്കെ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടോ പോട്ടെ ഇത് എടുത്തിടണ്ട, എന്തിനാണ് ഒരാളെ കുടുംബജീവിതത്തെ തകർക്കുന്നത്, 2 പേരുടെ ലൈഫിനെ എന്തിനു ബാധിക്കണമെന്ന് വിചാരിച്ച് കുറെ പേര് ഈ വീഡിയോ എനിക്കറിയാം പലരുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് പോലും പലരും ഇത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ എടുത്തിടാനോ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനോ ഒന്നിനും തയ്യാറായില്ല. പലർക്കും കൺട്രോൾ പോയത് ഈ ബിൻസിയുടെ പല ഇന്റർവ്യൂസും കണ്ടിട്ടാണ്, പല പ്രതികരണങ്ങളും പല വർത്തമാനങ്ങളും ഒക്കെ കണ്ടിട്ടാണ് പലരും ഇതിനെതിരെ പ്രതികരിച്ചത്. അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് പുറത്തു വരാൻ തന്നെ കാരണം ഞാൻ പറയുന്നു അത് തീർച്ചയായും RJ ബിൻസി തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പക്ഷേ ഇവിടെ തകർന്നു പോയത് അവിടെ അപ്പാനിയുടെ കുടുംബമാണ്. എനിക്ക് തോന്നുന്നു ഈ അപ്പാനിയും ബിൻസിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും അവിടെ ജസ്റ്റ് ഒരു ടച്ചിങ് അരക്കെട്ടിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ചിലപ്പോ അബദ്ധവശാൽ പിടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവാം. നമ്മൾ ആ വീഡിയോന്റെ മുഴുവൻ കാണുന്നില്ല, ജസ്റ്റ് അവിടെ പിടിച്ച് കൈയെടുക്കുന്ന ഒരു ഒറ്റ സീൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും നമുക്ക് ആ വീഡിയോ ക്ലിപ്പിംഗ്സിൽ മനസ്സിലാവുന്നില്ല. അതൊരു പൊതു ഇടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതൊരു മോശമായ വീഡിയോ ആണെന്ന് നമ്മൾ ചിത്രീകരിക്കുന്നത് മോശമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട്, പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. എത്ര പേർ ഇതിൽ ബിൻസിയെയും അപ്പാനിയെയും മോശമായി പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അവർ മോശമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് അബദ്ധവശാൽ സംഭവിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇവിടെ എല്ലാവരും കൂടി എടുത്തിട്ട് അലക്കുന്ന സമയത്ത് ഇത് അപ്പാനിയുടെ കുടുംബജീവിതത്തെയും അപ്പാനിയുടെ വൈഫിനെയും പ്രഗ്നന്റ് ആയിരിക്കുന്ന വൈഫിനെയും ഇത് ഒരുപാട് ബാധിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരിക്കലും ഭാര്യയുടെ അടുത്ത് നമുക്കിപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ അവസരം ലഭിച്ചൊന്നും വരില്ല. ഇപ്പൊ അപ്പാനിയായിരിക്കും ഏറ്റവും കൂടുതൽ കിടന്ന് നീറുന്നുണ്ടായിരിക്കുക ഭാര്യനെ പറഞ്ഞു മനസ്സിലാക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. എന്താ വെച്ചാൽ ഭാര്യയുടെ ഫാമിലി തന്റെ ഫാമിലി എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ അപ്പാനി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഈ ബിൻസി ഈ തോന്നിവാസമൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് അവിടെ അപ്പാനി ഒന്ന് വിലക്കായിരുന്നു എന്നാണ്. എന്താ വെച്ചാൽ നിങ്ങൾ തമ്മിൽ അത്രയും ക്ലോസ് ആണ്, ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ചാച്ചനാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ബന്ധങ്ങളാണെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. കാരണം ബിഗ് ബോസ് വീട്ടിലേക്ക് റിട്ടേൺ വന്ന സമയത്ത് ഇവിടെ ബിൻസി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരു ബന്ധം ഇല്ല എന്ന് നിനക്ക് അറിഞ്ഞിട്ടും നീ അനാവശ്യം പറഞ്ഞ് പരത്തിയതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെയാണ് അവിടെ അനുമോളെ ഇട്ടിട്ടങ്ങ് എന്താ പറയാ അതുപോലെ ദ്രോഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബിൻസി അവിടെ അപ്പാനിയും വെറുതെ വിട്ടില്ല, അപ്പാനിയും കിടന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ബിൻസി ആയിരുന്നു വളരെ ഓവറായിട്ട് അനുമോളുടെ അടുത്ത് ചൂടായി സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇവരൊക്കെ പേരും പറഞ്ഞ് സംസാരിച്ചു, ഇവരെ ചേർത്ത് അനുമോള് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം അനുമോളേക്കാൾ മുന്നേ വീട്ടിൽ സംസാരിച്ചവരൊന്നും ഒന്നും പ്രശ്നമില്ല, അനു സംസാരിച്ചത് മാത്രമായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറയുന്നത്. എന്നിട്ട് ബിൻസി പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെ പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നു അനുമോളിന്റെ അടുത്ത് ഞാൻ ഈ വിഷയം അകത്ത് വെച്ച് സംസാരിച്ച സമയത്ത് അനുമോള് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്, അത് സത്യമല്ല എന്ന് അനുമോള് പറഞ്ഞു.
എന്നാണ് ബിൻസി ഇന്റർവ്യൂസിൽ വന്നിരുന്ന് പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അനുമോള് ഞാൻ കണ്ട കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കാണാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ കണ്ടത് എന്നെ കണ്ടിൽ കണ്ടതുമാണ് ഞാൻ പറഞ്ഞത് എന്ന് മാത്രമാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത്. ആ അനുമോള് വെറുതെ ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ്, അനുമോള് സമ്മതിച്ചു എന്നുള്ള തരത്തിലാണ് ബിൻസി പുറത്തിറങ്ങിയതിനു ശേഷം അനുമോളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്താണ് ഇവര് ഒരുമിച്ചുള്ള ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണുന്നതും അത് പുറമേക്ക് വരുന്നതും. ഇപ്പൊ ഇതിൽ ആര് കള്ളനും കള്ളത്തെയായും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ബിൻസിയും അപ്പാനിയാണ്. എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു റിലേഷനും ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കാണുന്ന സമയത്ത് ആൾക്കാർ അതിട്ട് അലക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ ബിൻസി ഇനിയെങ്കിലും നന്നായാൽ നിനക്ക് കൊള്ളാം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരാളെ ചെളി വാരി എറിയാനായിട്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് തിരിച്ചടിച്ചിരിക്കും. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നീ ഇത്രയും ദിവസം ഇവിടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലിട്ട് അമ്മാനമാടിയിരുന്നത്. ഇപ്പോ നിനക്ക് തിരിച്ചടി തരാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കയറി നിന്നെ ലക്ഷ്യമാക്കി എറിഞ്ഞ ഒരു അമ്പ് മാത്രമായിരുന്നു അത്. പക്ഷേ ആ അമ്പ് തൊടുത്തുവിട്ടതിന് ശേഷം അത് നിന്നിലും നിൽക്കാതെ മുന്നോട്ട് പോയി അത് അപ്പാനിയെയും അപ്പാനിയുടെ കുടുംബത്തെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലെത്തി. തീർച്ചയായും ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു അറ്റാക്ക് മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പാനിയുടെ ലൈഫിന് ഇതൊരു പ്രോബ്ലം ആവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും അതൊരു മോശമായിട്ടുള്ള ഒരു ടച്ചിങ്ങോ മോശമായിട്ടുള്ള രീതിയോ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം അതൊരു പൊതു ഇടമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ടാണല്ലോ അത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയത്. അപ്പോൾ അപ്പാനിയുടെ ജീവിതത്തെ അത് ബാധിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇനി RJ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ഇനി അത്ര അടുപ്പൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ കൊണ്ടെല്ലാം അവസാനിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അവർ തമ്മിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഭാര്യ, അതായത് അപ്പാനിയുടെ ഭാര്യ ചിലപ്പോൾ ഇട്ടിത്തിട്ട് അലക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഇവിടെ കൊണ്ട് അവസാനിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബിൻസി കാരണം മറ്റൊരാളുടെ ലൈഫ് തകർന്നു എന്ന് വേണം ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഇവരുടെ വിഷയം എന്ന് പറയുന്നത് അപ്പാനി വിഷയം ഇപ്പൊ കൂടുതൽ സങ്കീർണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അറിഞ്ഞത്. അത് ഇനി കൂടുതൽ സങ്കീർണമാവാതെ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവാതെ ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും അത് മോശമായിട്ടുള്ളൊരു രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടയാളമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പാനിയുടെ കുടുംബജീവിതത്തിനും യാതൊരു പ്രോബ്ലം ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പാനിയുടെ കുടുംബജീവിതം നൂൽപാലത്തിലാക്കിയ ബിൻസി ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമം ഇനിയെങ്കിലും ബിൻസി നടത്തിയാൽ ബിൻസിക്ക് കൊള്ളാം എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും വടി കൊടുത്ത് അടി വാങ്ങാന്ന് പറയില്ലേ, അതാണ് ബിൻസി ഈ വിഷയത്തിൽ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിൻസി വടി കൊടുത്ത് അടി വാങ്ങിയതാണ്. ബിൻസി സോഷ്യൽ മീഡിയ തോറും ഇന്റർവ്യൂസ് നടത്തി മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുക, പ്രത്യേകിച്ച് അനുമോളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന്റെ തിരിച്ചടി കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സമയത്താണ് എനിക്ക് മറ്റൊരു ഡൗട്ട് തോന്നിയത്, ഇനി അനുമോളുടെ പാചി ശരിക്കും വല്ല കൂടോത്രം ഉണ്ടോന്ന്. ഇത് അനുമോളെ ദ്രോഹിക്കുന്നവർക്കൊക്കെ ഒരു 8ന്റെ പണി കിട്ടുന്നില്ലേ? ഞാൻ ചുമ്മാ വന്നതാട്ടോ, ഇനി ഇതാരും സീരിയസ് ആക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ എന്തായാലും ഇവരെ കുടുംബജീവിതത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്കോ ഒന്നും കിടക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലെ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടുപേരുടെയും ജീവിതത്തെ ബാധിക്കാതെ അവരെടുക്ക് അത് സോൾവ് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും വൾഗർ ആയിട്ടുള്ള ഒരു ബന്ധം അവർ തമ്മിലുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ അഭിനയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള അഹങ്കാരത്തിന്റെ ഫലമായിട്ട് ഇപ്പോ ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇനി അപ്പാനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിൻസിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല, ബിൻസി ഇത് കൂളായിട്ട് നേരിടും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന അപ്പാനിയും അപ്പാനിയുടെ വൈഫിനെയും കുടുംബജീവിതത്തെ ഒക്കെയാണ്. അത് സോൾവ് ചെയ്ത് അപ്പാനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.